ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തണ്ട് കിഴിയിലേക്ക് പോവാം. യെസ്. അയ്യോ, വാച്ച് കിട്ടിയില്ല. സാരല്ല, സമയം എങ്ങനെയുണ്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇലക്ഷന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുക. അതെ, പൊളിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സമയമാണെന്ന് അറിയാം. ടൈല് ഹെഡ് ശരി, മോശം സമയ എന്റെ. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, ചാടും, എടുത്തോ, പിടിച്ചോ. ഞാൻ മടിയിൽ വെച്ചാലോ? വേണ്ട. ഓക്കെ, സ്വർഗത്തിലെ കട്ടുറുമ്പ്. ഇതാരാണ്? ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന സിനിമയാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ്. എന്തായാലും സിനിമ റിലീസിനെത്തുന്നു ജൂണിൽ. എന്ന ഡേറ്റ് എന്നുള്ളത് വന്നിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം. എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും കണ്ടറിയാം. കാരണം ഓരോ മാസത്തിൽ ഓരോ സിനിമകൾ കൊണ്ടുവന്ന് പൊട്ടിച്ചു പോകുന്ന ഒരാളാണ്. 31-ാം തീയതി പറഞ്ഞാൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇനി ഈ മാസം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. മച്ചാന്റെ മാലാക വരുന്നുണ്ടെന്ന് സൗബിന്റെ, അതിലും ഉണ്ട് ആള്. പക്ഷെ അതിൽ മെയിനല്ല. മെയിനാണ്. ഏതാണെങ്കിലും ജസ്പൽ ഷൺമുഖനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യാം. അടുത്തത് ടർബോ സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ ഒഫീഷ്യലി വന്നിട്ടുണ്ട്. 70 CR വേൾഡ് വൈഡ്. യെസ്. ഓക്കെ. അടുത്ത കിഴി ഗുരുവായൂർ അമ്പല നടയിൽ ഒരു 10 കോടി കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ആണല്ലേ? അത് കൊള്ളാട്ടോ. 80 കോടി, അതായത് 81 സംതിങ് ആണ് 19 ദിവസം കൊണ്ട് നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ നേടിയിട്ടുള്ളത്. 19 ദിവസം കൊണ്ടല്ലേ? 19 ദിവസം ആകുമ്പോഴത്തേക്ക് മറ്റേ പൃഥ്വിരാജ് അന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മയില്ല, ഞാൻ ചേട്ടൻ്റെ അത്ര ആകുമ്പോൾ ഓസ്കാർ മേടിക്കുന്നു. തിരിച്ച് ഞങ്ങൾ പറയും അനിയന്റെ അത്ര ദിവസം ആകുമ്പോഴത്തേക്ക് ഞങ്ങള് 100 എത്തിക്കുന്നു. 100 എന്തായാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി എത്തിക്കൂടാ. തള്ളേണ്ടി വരും, എല്ലാം നടക്കൂല. തള്ളിയാണെങ്കിൽ എത്തിച്ചാ പറയാ. അങ്ങനെ എത്തിച്ചില്ല. ഇവിടെ എത്ര കറക്റ്റ് ആയിട്ട് റെക്കോർഡുകൾ വന്നിട്ടുള്ള ഒരു സ്ഥലമായി. അടുത്തത് കൽക്കി സിനിമയില് ശോഭന ഒരു കാമിയോ റോൾ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. ഓക്കെ, എത്ര കാമിയോസ് ആണ്. മലയാളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേരുണ്ട്. അന്നാബൻ ഉണ്ട്, ദുൽഖർ ഉണ്ട്, ഇപ്പൊ ശോഭനയുണ്ട്. അല്ല, ഇങ്ങനത്തെ ഒരു കഥയാകുമ്പോഴേ ഒരുപാട് കാമിയോസ് ഇനിയും വേണം, ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു സംശയം വേണ്ട ആ കാര്യത്തില്. എന്തായാലും അടുത്ത കിഴി ഓക്കെ, കൽക്കി. നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന കൽക്കി. പ്രഭാസാണ് ചിത്രത്തിൽ നായകനായി. ഞാൻ നേരത്തെ പറഞ്ഞ കൽക്കി ഇതല്ലേ? വേറെ കൽക്കി അത് നീ പറയേണ്ടതായിരുന്നു. ഏതായാലും തള്ളുപോലെ കൽക്കി അങ്ങ് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ പോരെ. ഇന്ത്യയിലെ ഏറ്റവും മുതൽ മുടക്കിൽ വരുന്ന ഏറ്റവും വലിയ ചിത്രം. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ. സിനിമയിൽ ഒരു കാമിയോ റോൾ ഉണ്ട്. ശോഭനയല്ല, ശോഭന വേറെ. ഞാൻ പറയാൻ പോകുന്ന പേര് മറ്റൊന്നാണ്, മൃണാൾ താക്കൂർ. ഓക്കെ, ഇനി സീതാരാമം കോംബോ ഒരുമിച്ച് വരുമോ? അതെങ്ങനെ ഉണ്ടാവും? ദുൽഖറും മൃണാൾ താക്കൂറും അതൊക്കെ വേറെ വേറെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ദുൽഖർ അതിന് ഫസ്റ്റത്തേൽ ഉണ്ടോന്ന് പോലും അറിഞ്ഞൂടാ. രണ്ടാമത്തേലെങ്ങാണ്ടാണ് പറയാൻ കേൾക്കുന്നത്. ഇവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. 3-ലോ 4-ലൊക്കെ ആയിരിക്കും വരുന്നത്. ഏതിലാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. 3-ഉം 4-ഒക്കെ ആയിരിക്കട്ടെ, അത് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. 1-ഉം 2-ഉം പറഞ്ഞാൽ മതി. എന്നാ 2-ലായിരിക്കും ചിലപ്പോ വരുന്നത്. അതാ പറഞ്ഞ പോലെ. അതെ. സിനിമ 27-ാം തീയതി റിലീസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇനി ഷൂട്ട് ചെയ്ത് ഇവരൊക്കെ ക്യാമിയോ റോൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ അടുത്തയിലേക്ക് ഉള്ളതാണ്, കഴിഞ്ഞു. ഇതൊക്കെ വരുന്ന ഇതൊക്കെ രണ്ടാമത്തേലേക്ക് ഉള്ളതാണ്. ഓരോന്നിങ്ങനെ പുറത്തു വന്നോണ്ടിരിക്കുകയാണ്. അടുത്തത് ലെവൽ ക്രോസ്. സിനിമ ജൂണിൽ റിലീസിനെത്താൻ വേണ്ടി ഇരുന്നാണ്, അത് പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അടുത്ത തന്നെ അനൗൺസ്മെന്റ്, ഡേറ്റ് അനൗൺസ്മെന്റ് വരും. ഓക്കെ, എന്തായാലും നമ്മുടെ ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ ഇവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അവർ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ട്രെയിനും ഉള്ളൂ. അതെ, ഒരു മരുഭൂമിയിൽ അടുത്തൊരു ആടുജീവിതം കഥ. ഓക്കെ, അടുത്ത കിഴി ഇടിയൻ ചന്തു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് ജൂൺ 3-ാം തീയതി, അതായത് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടറിയാം. നല്ല പോസ്റ്റേഴ്സ് ആട്ടോ വരുന്നത് അല്ലേ? ശ്രീജിത്ത് വിജയനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആള് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും. അടുത്ത ബസൂക്ക സിനിമ ഓണം റിലീസായിട്ട് പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതും കൂടി അങ്ങ് ഓണത്തിന് വന്ന ഭയങ്കര ക്ലാഷ് ആവുമല്ലോ. തകർത്തേനെ ബാറോസ്, ARM, ബസൂക്ക.
ബാരോസുമായിട്ട് ബാരോസ് എല്ലാം അതാ പറഞ്ഞേ. ഇനി പൃഥ്വിരാജിന്റെ ഏതെങ്കിലും ഒന്നും കൂടി ഉണ്ടെങ്കിൽ തികഞ്ഞ് വിലായത്ത് ബുദ്ധ അല്ല ദിലീപിന്റെ ഉണ്ടല്ലോ. അതെ അതെ, ദിലീപിന്റെ സിനിമ വരുന്നുണ്ട്, അതും ഓണം റിലീസ് തന്നെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അടുത്ത കിഴി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ദ ഗോട്ട് സിനിമയിൽ നമ്മുടെ ദളപതി വിജയ് 2 റോളിലാണ് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ട്രിപ്പിൾ റോളിലാണ് എന്നുള്ളതാണ്. 2 അല്ല 3. ഞാൻ ഒരു കാലഘട്ടത്തിൽ വേറെ കാര്യമുണ്ട്, ഈ 1ഉം 2ഉം പടം നല്ലതാണെങ്കിൽ അടിപൊളിയാണ് കിട്ടൂല, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞു തന്നിരുന്നത്. ഞാൻ കുറച്ച് കാലം മുമ്പേ വിജയിന്റെ ആരാധകരോട്, അതായത് ഇവിടെ കുറെ വിജയ് കട്ട ആരാധകരുണ്ട്, അവർക്കെതിരെ പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഒന്നേ സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് അടുത്തത് അല്ല, അന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. ഇപ്പൊ നമ്മൾ വേറെ രീതിയിലുള്ള ചിന്താഗതിയാണ്. ചിന്ത എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിന്ത എങ്ങനെയാണ്? ചിന്ത എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. എന്താണെങ്കിലും സിനിമേന്റെ OTT റിലീസ് ജൂൺ 6-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ. കാണുവിൻ, അർമാദിപ്പിൻ. അത്രേ ഉള്ളൂ. അടുത്ത കിഴി പിടിച്ചോ. അല്ല, പിടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത കിഴി എന്തായാലേ വിജയ് ഫാൻസിനെ പൊങ്കാലിടുമോ എന്നുള്ള പേടി. അല്ല, അന്ന് അങ്ങനെയായിരുന്നു, പിന്നീടാണ് അംഗീകരിച്ചു തുടങ്ങി. ഇപ്പൊ ഞാൻ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പം നിർത്ത്, ഞാൻ പറഞ്ഞവരെ മനസ്സിലാക്കോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. അത്രേ ഉള്ളൂ. അതാണ്. ഓക്കെ, അടുത്ത കിഴി പോക്കിരി. റീ റിലീസ് പോക്കിരി വേൾഡ് വൈഡ് റിലീസിനെത്തുന്നതാണ്. ജൂൺ 21. ജൂൺ 21 വേറെ എന്തൊക്കെ ഉണ്ടാവും? ഗോട്ടിന്റെ ടീസറൊക്കെ ഉണ്ടാവുമോ? പിന്നെന്താ, പൊളിക്കും. ഈ ചിന്താഗതി, അതായത് മാറി ചിന്തിച്ചത് എപ്പോൾ മുതലാണെന്നറിയോ? ഈ ലോകം എല്ലാവരുടേതുമാണ്, പിന്നെ എല്ലാവർക്കും എല്ലാ കഴിവുമില്ല, പലർക്കും പല കഴിവാണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്ത് അംഗീകരിച്ച് തുടങ്ങിയപ്പോഴാട്ടോ. എടാ, നിന്നൊന്നും പറയൂല, ഞാൻ അതിനുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനെനിക്ക് കിട്ടും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് സത്യം നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. അടുത്തത് ഷെബിൻ ബാക്ക, പ്രൊഡക്ഷൻ നമ്പർ 11. സിനിമയിൽ അർജുൻ അശോകൻ നായകനായിട്ട് എത്തുന്നു. പിന്നെ ഡയറക്ഷൻ അഖിൽ അനിൽകുമാർ. കെട്ടിപ്പിടുത്തം കിട്ടി. ഹിഷാം ഈ എന്ന് പറഞ്ഞത് ഇങ്ങനെ ശീലിക്കരുത്, എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ഉപദേശമുണ്ട്. ഉപദേശം കൊള്ളാൻ പറഞ്ഞു സാറേ, പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, ഇതങ്ങനെ ശീലിക്കുന്നല്ല, ഇത് ശീലമായിപ്പോയി. അതാണ് പ്രശ്നം. ഹിഷാം അബ്ദുൾ വഹാബ്. അടുത്ത കിഴി തലവൻ. തലവൻ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് ഗ്രോസ് 15.13 CR. ഹിറ്റ് ചാർട്ടിൽ കയറി. തലവനും മന്ദാകിനിയും ഒക്കെ ഹിറ്റ് ചാർട്ടിലേക്ക് കയറിയിട്ടുണ്ട്. എല്ലാം കളക്ഷന്റെ കാര്യത്തിൽ അവർക്ക് മുടക്കിയതിനേക്കാളും കിട്ടുന്നുണ്ട്, ലാഭത്തിൽ കയറി. എന്താണെങ്കിൽ ഗംഭീരമാട്ടെ. ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.